ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ പായസമാണ്. വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും എങ്ങനെ സേമിയ പായസം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. ഉരുകി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, അതോടൊപ്പം ബദാം പരിപ്പ് നടു ചീന്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തേങ്ങാക്കൊത്തൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുക. ഏതാണ്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം. ശേഷം അതേ ചട്ടി തന്നെ നമ്മൾ സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റോളം നമുക്ക് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാം. ശേഷം മറ്റൊരു പാത്രത്തിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഇരട്ടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പാലൊന്ന് പതച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ലെവലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അല്ലാത്തവർക്ക് സേമിയ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ സേമിയ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മേഡ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചോ കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. ചിലർക്കത് ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതോടൊപ്പം പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മുമ്പേ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് പാൽ അതിനകത്ത് ഈ സമയത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആൽമണ്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. അഭിപ്രായം പറയാൻ മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.